പാകിസ്ഥാൻ ഭരണകൂടം പേടിച്ചത് എന്താണോ അത് നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പണി തുടങ്ങിയോ? പണി തുടങ്ങിയത് മാത്രമല്ല, വലിയ മുന്നേറ്റം ബലൂചിസ്ഥാൻ ആർമി BLA നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി വലിയ പോരാട്ടം നടക്കുകയാണ്. കലാത്ത് എന്ന് പറഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ്റെ പഴയ പേരാണ്. കലാത്ത് ഒരു രാജ്യമാണ്. ആ കഥ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും കേട്ടിട്ടില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടി നമുക്കൊന്നുകൂടെ പറയാം. ആദ്യമേ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട്, കലാത്ത് എന്ന് പറയുന്ന പ്രദേശത്തെ ജില്ലയാണ് കലാത്ത് ജില്ലയിലെ പട്ടാള കൻ്റോൺമെൻറ്റ് BLA പിടിച്ചു. പട്ടാളത്തിൻ്റെ ആസ്ഥാനം പിടിച്ചു. അവിടെ വലിയ തോതിൽ ബലൂചിസ്ഥാൻ സർക്കാർ ഓഫീസുകൾ, പാകിസ്ഥാൻ ഓഫീസുകളൊക്കെ പിടിച്ചു. കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ ഇപ്പോൾ ബലൂചിസ്ഥാൻ ആർമി കാവൽ നിൽക്കുകയാണ്. ഒരു ജില്ല കംപ്ലീറ്റ് പിടിച്ചു എന്ന് പറയുന്നു. അതുകൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായ മംഗോച്ചാർ പട്ടണവും ബലൂചിസ്ഥാൻ ആർമി പിടിച്ചു എന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. കാഷ്വാലിറ്റി, ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടോ, പട്ടാളക്കാർക്ക് എന്ത് സംഭവിച്ചു, ഈ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളിൽ നിഷ്ഠൂരമായി തന്നെ അവർ പാകിസ്ഥാൻ പട്ടാളക്കാരെ കൊന്നൊടുക്കുകയായിരുന്നു. നമ്മൾ ജാഫർ എക്സ്പ്രസ് കണ്ടതാണ്. പട്ടാളക്കാരും ISI ഓഫീസർമാരും ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്ന് പെഷവാറിലേക്ക് പോകുന്ന തീവണ്ടിയായിരുന്നു ഈ ജാഫർ എക്സ്പ്രസ്. ആ തീവണ്ടി തന്നെ തട്ടിക്കൊണ്ടുപോയി 90-ലേറെ മിലിറ്ററി ഓഫീസർമാരെയും ISI ചാരന്മാരെയാണ് അന്ന് കൊലപ്പെടുത്തി. ലോകം ഞെട്ടിപ്പോയി. ഒരു തീവണ്ടിയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നത് കേട്ടിട്ടോ? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം പാകിസ്ഥാൻ്റെ സ്പെഷ്യൽ പാരാ ഫോഴ്സ് ഇറങ്ങിയിട്ടാണ് ഒരു തരത്തിൽ ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയത്. കത്വയിൽ നിന്ന് പോകുന്ന കത്വ സ്റ്റേഷനടുത്ത്, അവിടുത്തെ നമ്മുടെ കാശ്മീരിലെ കത്വ സ്റ്റേഷനടുത്ത് വെച്ചായിരുന്നു ഈ സംഭവം. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ചില ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ഈ നമ്മുടെ പഹൽഗാം ആക്രമണം കഴിഞ്ഞതിൻ്റെ 4-ാം ദിവസം BLA വീണ്ടും പാക് പട്ടാളത്തെ ആക്രമിച്ച് 10ഓളം പേർ കൊല്ലപ്പെട്ടു. അതുപോലെ ഈ ഇറാൻ്റെ അതിർത്തിയിലുള്ള ഖൈബർ പഷ്തൂൺക മേഖലയിലും വലിയ ആക്രമണങ്ങൾ TTP, പാകിസ്ഥാൻ പ്രവർത്തിക്കുന്ന അഫ്ഗാനിസ്ഥാൻ്റെ പിന്തുണയുള്ള പാകിസ്ഥാൻ താലിബാൻ തെഹ്രീക്ക് പാകിസ്ഥാൻ, അതാണ് ഈ TTP എന്ന് പറയുന്നത്. തെഹ്രീക്ക് പാകിസ്ഥാൻ ആണല്ലോ താലിബാൻ്റെ പാകിസ്ഥാനിലെ രൂപം. അവരും വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഇത് ഇന്ത്യക്ക് ഈ രണ്ട് കൂട്ടരുമായിട്ട് നല്ല ബന്ധമാണെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. പിന്നെ അഫ്ഗാനിസ്ഥാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്, വളരെ നല്ല ബന്ധമാണ്. ഇപ്പോൾ പോലും ഈ മേഖലയിൽ പഹൽഗാമിൽ നടത്തിയ ആക്രമണം പാകിസ്ഥാൻ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്, ഈ മേഖലയിൽ പ്രശ്നമുണ്ടാക്കുമെന്നൊക്കെ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി പരസ്യമായി പ്രസ്താവന ഇറക്കുകയും ചെയ്തു. അപ്പോൾ ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വാർത്ത, ഇന്ത്യയിൽ തീവ്രവാദം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് അതേ നാണയത്തിൽ കുറേ കാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന തിരിച്ചടി കൂടുതൽ കരുത്തോടെ ഇപ്പോൾ കിട്ടുന്നു. ചില ജില്ലകൾ BLA പിടിക്കുന്നു. പട്ടാള കൻ്റോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചി നേവൽ ബേസും ഒക്കെ ഈ പട്ടാള ക്യാമ്പുകളുണ്ട്. പട്ടാള ക്യാമ്പ് BLA പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പട്ടാളത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആയുധങ്ങളും സന്നാഹങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്, അതായത് പാകിസ്ഥാൻ ജനറൽ നസീർ മുനീറിന് മറ്റൊരു ലഫ്റ്റനന്റ് ജനറൽ കത്തയച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഓഫീസർമാർ രാജിവെക്കുകയാണ്. 250ഓളം ഓഫീസർമാരും 5000-ഓളം പട്ടാളക്കാരും രാജിവെച്ചു എന്ന് പറഞ്ഞ് ലഫ്റ്റനന്റ് ജനറലായിട്ടുള്ള മുനീർ അയച്ച കത്ത് പുറത്തു വന്നിരുന്നു. നമ്മളും ചർച്ച ചെയ്തു. പക്ഷേ അതിൻ്റെ കൂടെ വന്നൊരു വാർത്ത, അങ്ങനെ രാജിവെച്ച ഓഫീസർമാരിൽ നല്ലൊരു വിഭാഗം ആളുകളും ഭടന്മാരും BLA ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നുള്ളവരാണ് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് കാര്യമായി ചർച്ച ചെയ്യപ്പെടാതെ പോയി. അപ്പോൾ ഒരുപക്ഷെ ഈ രാജിവെച്ചിട്ട് ഇവർ വന്നിട്ട് ഈ ഓഫീസർമാരും ഈ ഭടന്മാരും വന്ന് BLAയുടെ ഭാഗമായി ചേർന്നതാണോ എന്നൊരു സംശയമുണ്ട്. ആർമിയിൽ നിന്ന് പിരിഞ്ഞിട്ട് നേരെ വന്ന് BLAയുടെ ഭാഗമായി. ഇപ്പോൾ നോക്കുമ്പോൾ രാഷ്ട്രീയമായി കാലാവസ്ഥ വളരെ നല്ലതാണ്. ഇന്ത്യയുമായിട്ട് ടെൻഷനിൽ നിൽക്കുന്നു. പാകിസ്ഥാൻ വല്ലാതെ ഭയന്നിരിക്കുകയാണ്. അതിർത്തി പോസ്റ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ ഭടന്മാർ പോകുന്നു. പാകിസ്ഥാൻ്റെ കൊടി പോലും താഴ്ത്തുന്നു. ഇന്ത്യ ഏത് നിമിഷവും ആക്രമിക്കുന്നുള്ള ഒരു ഭീതി നിൽക്കുന്നു. ഇങ്ങനെ ടെൻഷൻ്റെ പുറത്ത് ടെൻഷനിൽ നിൽക്കുകയാണ്. പാകിസ്ഥാനിലെ കരസേനാ മേധാവിയെ കാണാനില്ല. ഈ പൈൽസ് വന്ന് പൊട്ടിയിട്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് റാവൽപിണ്ടി ആശുപത്രിയിലാണെന്നുള്ള ഒഫീഷ്യൽ ബുള്ളറ്റിൻ പുറത്തു വന്നിരിക്കുന്നു. അങ്ങനെ വല്ലാതെ പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ അരക്ഷിതാവസ്ഥ നിൽക്കുമ്പോഴാണ് വെള്ളത്തിൻ്റെ നദീജല പ്രശ്നം വരുന്നു. അങ്ങനെ പാകിസ്ഥാൻ വല്ലാത്ത ആശയക്കുഴപ്പം. നമുക്കിന്ന് ഇവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ കൂളായി നടക്കുന്നുണ്ട് ഇന്ത്യയിൽ, അല്ലേ? ആരും എന്ത് സംഭവിക്കും, പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയപ്പെട്ടല്ല കരുതുന്നത്. നമ്മുടെ ഇവിടെ പരാതി ഇന്ത്യ ഒന്നും ചെയ്യുന്നില്ല, ഇന്ത്യ എന്താ അടിക്കാത്തതെന്നും പറഞ്ഞാണ് നമ്മുടെ രാജ്യത്തെ ആളുകളിരിക്കുന്നത്. അവിടെ അങ്ങനെയല്ല, എപ്പോൾ വീഴും തലയ്ക്ക് മുകളിൽ ബോംബ്. PTV ഇന്നലെ പറഞ്ഞ കാര്യം നമ്മൾ ചർച്ച ചെയ്തു. ഇന്ത്യൻ റാഫേൽ അടക്കമുള്ള ഇന്ത്യയുടെ വിമാനങ്ങൾ അതിർത്തിയിൽ പറക്കുന്നു. ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവാം, ഏത് നിമിഷവും തലയ്ക്ക് മുകളിൽ നിന്ന് തീമഴ പെയ്യാമെന്നുള്ള ഭയത്തിൽ കഴിയുകയാണ്
പാകിസ്ഥാനിലെ ജനങ്ങൾ. അപ്പോൾ ഇങ്ങനെ വല്ലാത്ത അരക്ഷിതാവസ്ഥയിൽ ജനം കഴിയുമ്പോൾ സിന്ധു നദിയിലെ വെള്ളമില്ലാതെ ഈ പറയുന്ന പഞ്ചാബ് സിന്ധ് മേഖലകളിൽ വരൾച്ച തുടങ്ങിയെന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. നമ്മൾ സിന്ധു നദിയിലെ ജലം എന്തുമാത്രം ഒഴുകിയിരുന്നു, നമ്മൾ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്നതിന് ശേഷം ആ വെള്ളം ഒഴുകിയിരുന്ന അതേ പ്രദേശങ്ങളിൽ ഉണങ്ങി വരണ്ട് കിടക്കുന്ന ചിത്രങ്ങൾ കഴിഞ്ഞ 2 ദിവസം കരാറ് നിലവിലുള്ളപ്പോഴും അതിൻ്റെ പിറ്റേന്നും ഒറ്റ ദിവസം കൊണ്ടായ മാറ്റത്തിൻ്റെ ഡേറ്റ് സഹിതമുള്ള ചിത്രങ്ങളൊക്കെ ലഭ്യമാണ്. അപ്പോൾ വല്ലാത്ത അരക്ഷിതാവസ്ഥയിൽ പാകിസ്ഥാൻ കഴിയുന്ന അതേ സമയത്ത് തന്നെ പാകിസ്ഥാൻ്റെ 2 മേഖലകളിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം BLAയുടെ പോരാളികളുടെ തന്നെ നേതാക്കൾ കഴിഞ്ഞ ദിവസം ടൈം ഫോർ ഫ്രീഡം ഈസ് നൗ എന്ന് പറഞ്ഞിട്ട് ഈ സിന്ധിന്റെയും പഷ്തൂൺഖ മേഖലയും നമുക്ക് ഒന്നിച്ച് ഇന്ന് പോരാടാന്നൊക്കെ. അതെ ഇവർ ഒന്നിക്കാൻ പോവാണ്. TTPയും BLAയും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇന്ത്യ അത് അവരുടെ ആഭ്യന്തര കാര്യമല്ല. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് പോരാളികൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ചില ആളുകൾ അവർ ഭീകരന്മാരല്ലേ, പോരാളികളാകുന്നത് എങ്ങനെയാണ്? കാശ്മീരിൽ ഭീകരന്മാർ, അപ്പോൾ പാകിസ്ഥാനിലെ പട്ടാളക്കാരെ കൊല്ലുന്ന BLA എങ്ങനെയാണ് പോരാളികളാവുന്നത്? അവരെ തീവ്രവാദികൾ എന്ന് വിളിക്കണ്ടേ എന്നൊരു ചോദ്യം ചിലരൊക്കെ ചോദിക്കാറുണ്ട്. ചരിത്രം അറിയാത്തതുകൊണ്ടാണ്. കലാത്ത് എന്ന് പറയുന്ന വേറൊരു രാജ്യമായിരുന്നു. നമ്മുടെ മേഖല ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഒരു മേഖലയാണ് കലാത്തും മറ്റ് 2 പ്രൊവിൻസുകളും 3 പ്രൊവിൻസുകൾ, ആകെ 4 പ്രൊവിൻസുകൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ. അത് ഏറ്റവും വലുത് കലാത്തായിരുന്നു. കലാത്തിലെ രാജാവായിരുന്ന ഖാൻ ആ സമയത്ത് ഇന്ത്യയോട് സ്വാതന്ത്ര്യം, ഈ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ ഭാഗമാകാൻ ആഗ്രഹിച്ചത്. പക്ഷേ നേരിട്ട് ഈ ബലൂജ് മേഖലയുമായിട്ട് നമുക്ക് ബന്ധമില്ല, അതിർത്തി ഇല്ലാത്തതുകൊണ്ട് അവർ തീരുമാനിച്ചു ഞങ്ങൾ എന്നാൽ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഖാൻ, മുഹമ്മദ് അലി ജിന്ന, മൗണ്ട് ബാറ്റൻ, നെഹ്റു എന്നിവർ ഡൽഹിയിൽ 1947 ഓഗസ്റ്റ് മാസത്തിൽ ദില്ലിയിലൊരു യോഗം ചേർന്ന് കലാത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാമെന്നും കലാത്ത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമായിരിക്കുമെന്നുമുള്ള കരാർ ഒപ്പുവെച്ചു. ഖാൻ ഉൾപ്പെടെ ഖാൻ, മൗണ്ട് ബാറ്റൻ, നെഹ്റു, മുഹമ്മദ് അലി ജിന്ന ഇത്രയും പേര് ചേർന്ന് കലാത്ത് എന്ന് പറയുന്ന പ്രദേശം സ്വതന്ത്ര രാജ്യമായിരിക്കുന്ന എന്ന് പ്രഖ്യാപിക്കുകയും 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടിയ അതേ ദിവസം തന്നെ കലാത്തും സ്വതന്ത്ര രാജ്യമായി. പക്ഷേ പിന്നീട് ഇവരെ സ്വതന്ത്ര രാജ്യമായി നിൽക്കാൻ വേണ്ടി കരാർ ഒപ്പിട്ട ജിന്ന എന്ന ചതിയൻ പിറ്റേ ദിവസം തന്നെ എന്ത് ചെയ്തു? കലാത്തിനെ ആക്രമിച്ചു, പാക് പട്ടാളത്തെ ഉപയോഗിച്ചു. അങ്ങനെ കലാത്ത് 4-5 മാസം യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നു. അവസാനം പിന്നെ ഗത്യന്തരമില്ലാതെ തോൽവി സമ്മതിച്ചു. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറുന്നത്. അപ്പോൾ അതാണ് ചരിത്രം. അപ്പോൾ അത് മാത്രമല്ല, ഈ ബലൂജിലെ ജനങ്ങൾ നമ്മൾ പറയുമ്പോൾ സിന്ധ് മേഖലയിലെ ഈ ജനങ്ങളൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും അവരുടെ DNA ജനിതകമായി അവർ ദ്രവീഡിയൻ കൾച്ചറുള്ളവരാണെന്നാണ് പറയുന്നത്. അവരുടെ ഭാഷ ബ്രഹൂയി ഭാഷയാണ്. ബ്രഹൂയി ഭാഷയിലെ അക്ഷരങ്ങളുടെ 80% തമിഴാണ്. അത് തമിഴ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർക്ക് ഈ തമിഴ് ജനതയുമായി നമ്മുടെ ദ്രവീഡിയൻ കൾച്ചറുമായി ബന്ധമുള്ള ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയവരോ മറ്റോ ആണ് ബലൂജിൽ താമസിക്കുന്ന ആളുകൾ. ഇന്ത്യയുമായിട്ട്, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിലെ ദ്രവീഡിയൻ കൾച്ചറുമായി വലിയ ബന്ധമുള്ള ആളുകളാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു ഭാഷയിൽ എങ്ങനെയാണ് ബ്രഹൂയിയൻ ഭാഷയിൽ 80% തമിഴ് ലിപികൾ വരുന്നത് എങ്ങനെയാണ്? പേർഷ്യനോ അല്ലെങ്കിൽ അറബി ബന്ധമോ ഉണ്ടെങ്കിൽ ഉറുദുവോ അല്ലെങ്കിൽ അറബി വാക്കുകളോ ആണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ വൈകാരികമായി മാത്രമല്ല ജനിതകപരമായും ഇന്ത്യയുമായി വലിയ സാദൃശ്യമുള്ള ഒരു ജനതയാണ് ബലൂചിസ്ഥാൻ. അപ്പോൾ ബലൂചിസ്ഥാനിലെ ജനങ്ങൾ അവരുടെ നഷ്ടപ്പെട്ടു പോയ രാജ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് പൊരുതുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ പോരാളികൾ എന്ന് വിളിക്കുന്നത്. അവരെ പാകിസ്ഥാൻ ചതിച്ച് കീഴടക്കി സ്വന്തം രാജ്യമാക്കിയതാണ്. അപ്പോൾ ഇവർ ഈ പാലസ്തീന് വേണ്ടിയിട്ട് നിലവിളിക്കുന്നവരുണ്ടല്ലോ, ഇസ്രായേൽ പാലസ്തീനിൽ അധിനിവേശം നടത്തിയത് തത്തുല്യമായ കാര്യം തന്നെയാണ്. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ അധിനിവേശം നടത്തുകയും ഇക്കാലം അത്രയും ഇന്ത്യ ഒരു ന്യൂട്രലൊക്കെ സ്റ്റാൻഡായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭയിൽ ഈ കാശ്മീരിൽ കാണിക്കുന്ന ഇവരുടെ പാകിസ്ഥാൻ്റെ തോന്നിയാസത്തിന് ബദലായി നരേന്ദ്രമോദി ബലൂചിസ്ഥാൻ പ്രശ്നം ഉയർത്തിപ്പിടിച്ചത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഇന്ത്യ സഹായിക്കുന്നു എന്നുള്ളത് എക്കാലത്തും പാകിസ്ഥാൻ്റെ ആക്ഷേപമാണ്. ഇന്ത്യ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യ ഒട്ടും സമ്മതിച്ചിട്ടില്ല. ഉണ്ടാവാം, ഇല്ലായിരിക്കാം, പാകിസ്ഥാൻ തീരുമാനിക്കട്ടെ. പക്ഷേ എന്തായാലും ബലൂചിസ്ഥാനിൽ നടക്കുന്നത് അവർക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം, നഷ്ടപ്പെട്ട രാജ്യം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. മാത്രം ഇപ്പോഴത്തെ അവസ്ഥ അറിയുമോ? പാകിസ്ഥാൻ്റെ മൊത്തത്തിലുള്ള ഭൂവിസ്തൃതിയിലെ 2 ഭാഗവും വരുന്നത് ബലൂജ് മേഖലയിലാണ്. അവിടെ ജനസംഖ്യ കുറവാണ്. അവിടെ ഒരുപാട് ധാതു നിക്ഷേപങ്ങളുണ്ട്, പ്രകൃതി ഓയിലുണ്ട്. അത് വളരെ സമ്പന്ന ഇവിടെ നിന്നുള്ള സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടു പോവുകയാണ് പാകിസ്ഥാൻ. എന്നിട്ട് ബലൂജികൾ ഒരു കാരണവശാലും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോകരുത് എന്ന് എഴുതിയിട്ട് ചൈനയെ കൊണ്ടുവന്ന് അവിടെ ഇടപെടിക്കുന്നുണ്ട്. ചൈനീസ് നിർമ്മാണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബലൂജികൾ ഈ പറയുന്ന ചൈനക്കാർ അവിടെ വരുമ്പോൾ ചൈനക്കാരെ ആക്രമിക്കുന്നത്. വെടിവെച്ചുമില്ല. അവസാനം ചൈന പോയിരിക്കുകയാണ്. ചൈന പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അവിടെ ഒന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പട്ടാളത്തെ ഇറക്കാൻ സമ്മതിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ
അത് പറ്റില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. അത്രയെങ്കിലും ഒരു തൻ്റെ ഇടം പാകിസ്ഥാൻ കാണിച്ചു. മറ്റൊരു രാജ്യത്തെ പട്ടാളത്തെ വരണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ചൈന അവിടെ നിന്ന് ഇട്ടിട്ട് പോയി. എല്ലാ തരത്തിലും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനത ഇപ്പോൾ ഇതൊരു അസുലഭ അവസരമാണ്. ഇന്ത്യയുമായി ഇത്രയും വലിയ സംഘർഷം നിൽക്കുമ്പോൾ പാകിസ്ഥാൻ പട്ടാളത്തിന് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി എന്നുള്ള വിശ്വാസത്തിൽ അതിശക്തമായി തിരിച്ചടിക്കുകയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ലഭ്യമാണ്. സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ആദ്യത്തെ വാർത്ത എന്ന നിലയിൽ നമുക്കിത് ബ്രേക്ക് ചെയ്യാം. ബലൂചിസ്ഥാൻ ആർമി തെരുവിൽ ഇറങ്ങി പാകിസ്ഥാൻ പട്ടാളത്തിലെ മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് അറിയിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.